2.5 മാസത്തിനകം മൂന്നാമത്തെ വിലവർധന പ്രഖ്യാപിച്ച് കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ഏപ്രിൽ 1-ന് 4% വരെ വില കൂടും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലും വിലവർധന നടപ്പാക്കിയിരുന്നു. നിർമ്മാണ സാമഗ്രികളുടെയും പ്രവർത്തനത്തിന്റെയും ചെലവ് കാരണമെന്ന് മാരുതി സുസുക്കി. മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരിക്ക് തിങ്കളാഴ്ച 5% വരെ വിലയേറ്റം. സ്വർണ്ണ വായ്പാ മൂല്യം 1 ലക്ഷം കോടി രൂപ കടന്നതാണ് വിപണിയെ ആവേശം കൊള്ളിച്ചത്. ഓഹരി വിപണിയിൽ കേരളത്തിൽ നിന്നുള്ള 1-ാം നമ്പർ കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ 91,935 കോടി. 388 കോടി രൂപയുടെ വഞ്ചനാ കേസിൽ വ്യവസായി ഗൗതം അദാനി, സഹോദരൻ രാജേഷ് അദാനി എന്നിവരെ വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി. 2012-ൽ ഗുരുതര തട്ടിപ്പ് അന്വേഷണ ഓഫീസ് ഫയൽ ചെയ്ത കുറ്റപത്രം അസാധുവാക്കുന്നതാണ് കോടതി വിധി. അദാനി എന്റർപ്രൈസസ് ഓഹരി വിലയിൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു നേരത്തെ സെഷൻസ് കോടതി ശരിവച്ച കേസ്. ഡൊണാൾഡ് ട്രംപ് തത്തുല്യ നികുതി ചുമത്തിയാൽ ഇന്ത്യയുടെ കയറ്റുമതി 3.5%-ലേറെ താഴില്ലെന്നും അത് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വർദ്ധിച്ച കയറ്റുമതിയിലൂടെ അപ്രസക്തമാകുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട്. ഏപ്രിൽ 2-ന് താരിഫ് വർധനയ്ക്ക് ട്രംപ് ഒരുങ്ങുന്നതിനിടയിലാണ് ഈ പഠനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ട്രെയിൻ സർവീസായ ഡൽഹി മെട്രോ കൂടിയ ലാഭം ലക്ഷ്യമിട്ട് ചരക്കു നീക്കത്തിന് തുടക്കമിടുന്നു. ലോജിസ്റ്റിക്സ് കമ്പനിയായ ബ്ലൂ ഡാർട്ടുമായി കരാർ. അവസാന ബോഗിയിൽ തിരക്കുറഞ്ഞ സമയത്ത് ചരക്കു നിറയ്ക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.